ഹായ് ഹലോ ഇന്ന് നമ്മുടെ വീഡിയോ കുറച്ച് കിച്ചൺ ടിപ്സ് ആണ്. ചില ദിവസങ്ങളിൽ നമ്മൾ ദോശ ചുടുമ്പം ഇതുപോലെ ദോശക്കല്ലിൽ ഒട്ടിപ്പിടിക്കാറുണ്ട്. അത് പ്രധാനമായിട്ടും നമ്മൾ കുറച്ച് ദിവസം ദോശക്കല്ല് ഉപയോഗിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ദോശക്കല്ലിൽ ചപ്പാത്തി ചുട്ടെടുക്കുകയോ അതും അല്ലെങ്കിൽ നമ്മുടെ ദോശക്കല്ല് ഓവറായിട്ട് ചൂടാവുകയോ ചെയ്യുന്ന സന്ദർഭങ്ങളിലാണ് ഇങ്ങനെ ഉണ്ടാകാറുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ എങ്ങനെ പരിഹരിക്കാമെന്നുള്ളതാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കിച്ചൺ ടിപ്സും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ എൻ്റെ വീഡിയോ മൊത്തമായിട്ട് കാണണേ. അപ്പോൾ നമ്മുടെ ദോശക്കല്ലിൽ ദോശ ഒട്ടിപ്പിടിച്ചാൽ എങ്ങനെ പരിഹരിക്കാം എന്നുള്ളതിൻ്റെ ആദ്യത്തെ ടിപ്പ് നോക്കാം. ഇതിൽ ഞാനിവിടെ ഒരു 4-5 ടിപ്പ് പറയുന്നുണ്ട്. ഇതിലേതെങ്കിലും ഒരു ടിപ്പ് ഉപയോഗിച്ചാൽ മാത്രം മതി. നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഞാനിവിടെ ദോശക്കല്ല് നല്ലപോലെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് വേണ്ടത്. ചൂടാക്കിയെടുത്തതിന് ശേഷം നമ്മളിതിലേക്ക് പിഴിപുളി, നമ്മൾ രസമൊക്കെ തയ്യാറാക്കാൻ ഉപയോഗിക്കുന്ന പിഴിപുളിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കണം. കുറച്ച് വെള്ളമൊഴിച്ചാൽ മതി, ഒരുപാട് വെള്ളമൊന്നും വേണ്ട. നമുക്കെന്നിട്ട് ഇതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഒരു പേസ്റ്റ് പോലെ ആക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ആ പേസ്റ്റ് ചൂടായിരിക്കുന്ന ദോശക്കല്ലിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ നമ്മളൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു തവിയോ ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ ഒരു സ്പാച്ചിലയോ തവിയോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതുപോലെ എല്ലായിടത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം ഞാൻ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ നല്ല പോലെ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് തണുത്തതിന് ശേഷം നമ്മുടെ ദോശത്തവ കഴുകിയെടുക്കുകയാണെങ്കിൽ, അതിനുശേഷം നമ്മൾ അതിൽ ദോശ ചുട്ടെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാതെ നല്ല സിമ്പിളായിട്ട് നമുക്ക് ദോശ ചുട്ടെടുക്കാനായിട്ട് പറ്റും. ഇതാണ് നമ്മുടെ ഒരു ടിപ്പ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് ഏതാണെന്ന് നോക്കാം. ഇപ്പം ഞാൻ ദോശത്തവ നല്ലതുപോലെ ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ഒരു ഉള്ളി നടുകെ മുറിച്ചതിന് ശേഷം നമ്മൾ ആ ദോശക്കല്ലിലൊന്ന് ഉരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ ചൂടൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് അതിലൊന്ന് കുത്തിക്കൊണ്ട് നമുക്കിതുപോലൊന്ന് ഉരച്ചെടുക്കാം. അങ്ങനെ ഉരച്ചെടുത്തിട്ട് നമ്മൾ ദോശത്തവ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം ദോശ ചുട്ടെടുത്താലും പിന്നീട് നമ്മുടെ ദോശത്തവയിൽ ദോശ ഒട്ടിപ്പിടിക്കുകയില്ല. ഇത് ഏകദേശം ഒരു 2 മിനിറ്റ് നേരമെങ്കിലും നമ്മൾ ഇതുപോലെ ഉള്ളി ഉപയോഗിച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉരച്ചെടുക്കണം, എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിൽ. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ടിപ്പ്. ഇങ്ങനെ ചെയ്ത് നോക്കിയാലും നമ്മുടെ ദോശത്തവയിൽ പിന്നീട് ദോശ ഒട്ടിപ്പിടിക്കുകയില്ല. ഈ ഒരു ടിപ്പ് ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്നതാണ്. അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ മൂന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലെ ഒരു ഉരുളൻകിഴങ്ങ് നടുകെ മുറിച്ചതിന് ശേഷം നമ്മൾ ഉള്ളി ചെയ്തതുപോലെ തന്നെ നല്ല പോലെ ദോശക്കല്ല് ചൂടായതിന് ശേഷം എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് ഉരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് ആ ദോശക്കല്ലിൽ ദോശ ചുടുകയാണെങ്കിൽ പിന്നീട് ഒട്ടിപ്പിടിക്കുകയില്ല. നമ്മുടെ നാലാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, ഇതുപോലൊരു മുട്ട നമ്മുടെ ദോശക്കല്ല് ചൂടായതിന് ശേഷം അതിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എല്ലാ ഭാഗത്തും എത്തത്തക്ക രീതിയിലൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മുടെ ആ ദോശക്കല്ല് തണുത്തിട്ട് കഴുകി വൃത്തിയാക്കി അതിൽ പിന്നീട് ദോശ ചുട്ടെടുക്കുകയാണെങ്കിലും പിന്നെ അതിൽ ദോശ ഒട്ടിപ്പിടിക്കുകയില്ല. ഈ ഒരു ടിപ്പും ഒട്ടുമിക്ക ആളുകളും ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഈ 4 ടിപ്പുകളാണ് ദോശക്കല്ലിൽ ദോശ ഒട്ടിപ്പിടിച്ചാൽ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ടിപ്പുകൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇനി നമുക്ക് ഈ ദോശക്കല്ല് കഴുകി വൃത്തിയാക്കിയിട്ട് അതിൽ ദോശ ചുട്ടു നോക്കാം. ഈ 4 ടിപ്പിൽ ഏതെങ്കിലും ഒരു ടിപ്പ് മതി നമ്മൾ ദോശക്കല്ലിൽ ദോശ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട്. ഞാനിത് വീഡിയോയ്ക്ക് വേണ്ടിയാണ് 4 ടിപ്പും ഒരുമിച്ച് കാണിച്ചത്. അപ്പം നമുക്ക് ഇനി ഈ ഒരു ദോശക്കല്ലിൽ ദോശ ചുട്ടു നോക്കാം. ഇപ്പം ഞാൻ ദോശക്കല്ല് കഴുകി വൃത്തിയാക്കി അതിനുശേഷം നല്ലപോലെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ ദോശ ചുടുന്നത് പോലെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തതിന് ശേഷം ദോശ ചുട്ടെടുക്കാം.
നമ്മുടെ ഈ ദോശ ബാറ്റർ ഹോം മെയ്ഡാണ്. നല്ല സ്പോഞ്ചി ആയിട്ടുള്ള വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശ നമുക്ക് ഈ ഒരു ബാറ്റർ വെച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ബാറ്ററിൻ്റെ റെസിപ്പി ആവശ്യമുള്ളവർ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ഒരു വീഡിയോ ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും. ദേ ഇപ്പം നോക്കിയാൽ നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ദോശ തിരിച്ചിട്ടതെന്ന് ഒട്ടും തന്നെ കല്ലിൽ ഒട്ടിപ്പിടിച്ചേയില്ല. അപ്പോൾ ഇനി ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് മറ്റു കുറച്ച് കിച്ചൺ ടിപ്പുകളാണ്, വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ കിച്ചൺ ടിപ്പുകൾ ഏതാണെന്ന് നോക്കാം. നമ്മൾ സാധാരണ വറ്റൽമുളകുകൾ സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ തണുപ്പ് സമയത്ത് അല്ലെങ്കിൽ മഴ സമയത്തൊക്കെ സ്റ്റോർ ചെയ്താൽ ഇതുപോലെ ഉള്ളിൽ പൂപ്പലൊക്കെ വന്നിട്ട് അതിൻ്റെ കളറൊക്കെ അങ്ങ് പോകാറുണ്ട്. പിന്നെ നമുക്കത് ഉപയോഗിക്കാനേ പറ്റാറില്ല. അപ്പം നമുക്കത് എങ്ങനെ പരിഹരിക്കാമെന്ന് നോക്കാം. പ്രത്യേകിച്ച് മഴ സമയങ്ങളിൽ നമുക്ക് വെയിലത്ത് വെച്ചൊന്നും ഉണക്കിയെടുക്കാനായിട്ട് പറ്റില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് വറ്റൽമുളക് എങ്ങനെ സ്റ്റോർ ചെയ്യാമെന്ന് നോക്കാം. അങ്ങനെയുള്ള സമയത്ത് നമുക്ക് വറ്റൽമുളക് ഇതുപോലെയുള്ള എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ നിറച്ചതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ ഒട്ടും തന്നെ ചീത്തയാകാതെ മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതുപോലെ നിറച്ച് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് നമുക്കൊന്ന് തവയിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ ആയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയതിന് ശേഷം ഇതുപോലെയുള്ള എയർ ടൈറ്റ് കണ്ടെയ്നറുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചാലും മാസങ്ങളോളം നമുക്ക് കേടാകാതെ പൂത്തു പോകാതെ സൂക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ മഴ സമയത്ത് അല്ലെങ്കിൽ തണുപ്പ് സമയത്ത് വറ്റൽമുളകൊക്കെ ഇങ്ങനെയൊന്ന് സൂക്ഷിച്ച് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഒട്ടുമിക്ക ആളുകളും ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. നമ്മൾ കടയിൽ നിന്ന് ബ്രെഡൊക്കെ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം നമ്മൾ ആ വായ്ഭാഗത്ത് കവർ ചെയ്തിരിക്കുന്ന ആ ഒരു ത്രെഡ് നഷ്ടപ്പെട്ടിട്ട് പിന്നെ നമ്മൾ അതുപോലെ തുറന്ന് വെച്ചിട്ട് ബ്രെഡ് പെട്ടെന്ന് പൂത്തു പോയിട്ട് ഉപയോഗിക്കാൻ പറ്റാതാവുന്നത്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്കിതുപോലെ ആ ബ്രെഡിൻ്റെ വായ്ഭാഗം ചെറുതായിട്ടൊന്ന് റൊട്ടേറ്റ് ചെയ്തതിന് ശേഷം ആ വായ്ഭാഗത്തുള്ള ആ കവർ ബാക്കിലേക്ക് ഒന്ന് ഇതുപോലെ ഒന്നാക്കി വെക്കുകയാണെങ്കിൽ ഉള്ളിലേക്ക് എയർ കടക്കുകയുമില്ല, പെട്ടെന്ന് ബ്രെഡ് പൂത്തു പോവുകയുമില്ല. അപ്പോൾ ഇനി ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് പറയണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ്, നമ്മൾ ടാബ്ലറ്റൊക്കെ ഉപയോഗിച്ചിട്ട് ടാബ്ലറ്റിൻ്റെ ഈ കേസ് നമ്മൾ കളയുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ കളയരുത്. അപ്പം നമുക്കിത് ഉപയോഗിച്ചിട്ട് നല്ലൊരു കിടിലൻ ടിപ്പുണ്ട്. നമ്മുടെ ഈ ടാബ്ലറ്റ് കൊണ്ടുവരുന്ന ഈ സ്ട്രിപ്പ് ഉപയോഗിച്ചിട്ട് നമ്മുടെ സിസേഴ്സിനൊക്കെ നല്ലതുപോലെ ഷാർപ്പൻ ചെയ്യിച്ചെടുക്കാം. നമ്മൾ ഈ ടാബ്ലറ്റിൻ്റെ സ്ട്രിപ്പ് എടുത്തിട്ട് ഇതുപോലെ സിസേഴ്സ് ഉപയോഗിച്ച് ചെറുതായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ സിസേഴ്സിനൊക്കെ നല്ല മൂർച്ച കിട്ടും. ഇതാണ് അടുത്ത ടിപ്പ്. സിസേഴ്സിനൊക്കെ മൂർച്ച പോയാൽ മൂർച്ച കൂട്ടാനായിട്ട് ഒട്ടുമിക്ക സമയങ്ങളിൽ നമ്മൾ ബുദ്ധിമുട്ടാറുണ്ട്. അപ്പോൾ ഇനി ഇതുപോലെ ടാബ്ലറ്റിൻ്റെ കേസ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മുടെ സിസേഴ്സ് പെട്ടെന്ന് തന്നെ ഷാർപ്പനായിട്ട് കിട്ടുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം. നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് വെളിച്ചെണ്ണയൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങി സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ പെട്ടെന്ന് കനച്ചു പോയിട്ട് പിന്നെ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റാറില്ല. പ്രത്യേകിച്ച് നമ്മൾ നാട്ടിൽ നിന്ന് പുറത്ത് താമസിക്കുന്നവർ, നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോൾ ഒരുപാട് വെളിച്ചെണ്ണ കൊണ്ടുവരാറുണ്ട്. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ ഇതുപോലെ കുറച്ച് കുരുമുളക് നമ്മൾ ആ വെളിച്ചെണ്ണയിലേക്ക് ഇട്ടിട്ട് സ്റ്റോർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ പെട്ടെന്ന് കനച്ചു പോവുകയില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. ഇതിലേതെങ്കിലുമൊക്കെ ടിപ്പുകൾ നിങ്ങൾക്ക് ഉപയോഗപ്രദമായി എന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.